നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു, സേഫ് ആയിട്ട് ഇരിക്കാന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നെഗറ്റീവിനോട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ സ്പാ ആണ്. എങ്ങനെയാണ് നമുക്ക് വീട്ടിലൊരു ഹെയർ സ്പാ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് എന്റേതായ രീതിയിലുള്ള ഒരു ഹെയർ സ്പാ ആണ് കേട്ടോ. ഇതിന് ഹെയർ സ്പാ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് കൂടെ എനിക്കറിയില്ല. അപ്പൊ ഇത് എന്റേതായ രീതിയിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പലരും ഇത് ചെയ്യുന്നവരായിരിക്കും ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട്. അപ്പൊ ഹെയർ സ്പാ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അപ്പൊ നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത് നമ്മുടെ മുടി സ്മൂത്ത് ആവാനും സിൽക്കി ആവാനും വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സ്പാ ചെയ്യുന്നത് കേട്ടോ. കെമിക്കൽ ആയിട്ടുള്ളതല്ല, നാച്ചുറൽ ആയിട്ടുള്ളത്. അപ്പം മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടിയുടെ വേരിനൊക്കെ വളരെ നല്ലതാണ്. അത് ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. കാരണം നമ്മൾ നന്നായിട്ട് മസാജൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിൻ്റെതായ ഒരു റിസൾട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇതുപോലെ വീട്ടില് ഹെയർ സ്പാ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വായിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വരുന്ന ബെൽ ഐക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നോട്ടിഫിക്കേഷൻസ് വരികയില്ല. അപ്പോൾ വായിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഗിറ്റ്, എനിക്ക് പ്രൊണൗൺസിയേഷൻ അങ്ങനെ അറിയില്ല കേട്ടോ, കറക്റ്റാണോ എന്നറിയില്ല, ഈ ഒരു ബ്രാൻഡിൻ്റെ ഒണിയൻ ആൻഡ് ജിഞ്ചർ, അതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മസാജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നാട്ടിലും പോകാൻ പറ്റിയില്ല. സാധാരണ ഞാൻ കാച്ചിയ എണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ തീർന്നത് കൊണ്ട് ഞാൻ ഇതുപോലുള്ള കുറേ ബ്രാൻഡുകളുടെ എണ്ണകൾ ഞാൻ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല എണ്ണയാണ് കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഉള്ളിയും അതുപോലെ തന്നെ ജിഞ്ചറും ആണ്. ഉള്ളിയിൽ ധാരാളം സൾഫർ ഉണ്ട്, അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജിഞ്ചറും നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അതുപോലെ തന്നെ റൂട്ടിന് നല്ലൊരു ബലം നൽകിയിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കും. അതുപോലെ തന്നെ ഹെയർ ഫോള് കുറയ്ക്കും. പിന്നെ ഫ്രിസ്സി ഹെയറിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം എണ്ണ തേക്കുമ്പോൾ. ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് മുടി വളർച്ച കൂട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ നമ്മളിങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ എണ്ണ തേച്ചതിന് ശേഷം ഞാനിങ്ങനെ ഈ ഒരു ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയ ടവൽ കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ റാപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മുടെ തലയിലെ പോസൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ ഇത് നമുക്കൊരു എഫക്റ്റ് കിട്ടും, ആ എണ്ണയുടെ ഒരു എഫക്റ്റ് കിട്ടും. ഇത് നല്ല അടിപൊളി എണ്ണയാണ് കേട്ടോ. നന്നായിട്ട് ഹെയർ ഫോൾ കൺട്രോൾ ആവുന്നുണ്ട്. പിന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രിസ്സി ഹെയറൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഇഞ്ചിയും ഉള്ളിയും ചെമ്പരത്തിയും കാസ്റ്റർ ഓയിലും അംലയും കലോഞ്ചി ഓയിൽ, സീസേം ഓയിൽ, കോക്കനട്ട് ഓയിൽ, കറി ലീഫ് ഉണ്ട്, പിന്നെ കാംഫർ ഓയിൽ ഉണ്ട്, മിൻറ്റ് ഓയിൽ ഉണ്ട്, വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഞാൻ ഏകദേശം തലയിൽ 1 മണിക്കൂർ എണ്ണ ഇതുപോലെ വെച്ചതിന് ശേഷമാണ് കുളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പം ഞാൻ മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് തല കഴുകുന്നത്. അപ്പോൾ ഞാനിതൊരു ഹെയർ കിറ്റായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ എഗിറ്റ് ആ ബ്രാൻഡിൻ്റെ തന്നെ ഷാമ്പു തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഷാമ്പുവും സെയിം ടൈം കണ്ടീഷണറും ആണ്. അപ്പോൾ സെപ്പറേറ്റ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലും മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ജിഞ്ചർ ഓയിലും അതുപോലെ തന്നെ ഓണിയൻ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് തേച്ചിട്ട് നമ്മുടെ മുടി അങ്ങനെ ഡ്രൈ ആവുന്നില്ല. ഫ്രിസ്സി ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി കൊഴിയുന്നില്ല. അപ്പോൾ ഒരുപാട് മെച്ചമുണ്ട് ഈ ഒരു ഷാമ്പൂവിന്. നല്ലോണം ഹെയർ ഫോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ ഫ്രിസ്സി ഹെയർ ഉള്ളവർക്ക്, മുടി പൊട്ടുന്നവർക്ക്, ഡ്രൈ ആവുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഷാമ്പൂ ആണ് കേട്ടോ ഇത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ഹെയർ പാക്ക് ഇടാൻ പോവാണ്. ഇതും നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കാണ് കേട്ടോ. ഇതിൽ ഒരു കെമിക്കൽസും ഇല്ല. ഇൻഗ്രീഡിയൻസ് ഞാൻ നോക്കിയപ്പോൾ എല്ലാം തന്നെ നാച്ചുറലാണ്. അപ്പോൾ ഇതും ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെയാണ്. കാരണം ഞാനൊരു ഹെയർ കിറ്റായിട്ട് വാങ്ങിച്ചത് കൊണ്ട് ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെ പാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടിയുടെ ഒരു മിഡിൽ ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങുക. ഓരോ മുടിയിഴയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം എൻഡ് വരെ.
എന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും ടോപ്പിലോട്ടേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് സ്കാൾപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ, അതിനൊന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമ്മുടെ തലയോട്ടിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതും ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഹെയർ ഫോള് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പാക്കാണ്. നല്ലൊരു പാക്കാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഇത് ഏകദേശം 20 മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് നോർമൽ വെള്ളത്തിലൊന്ന് കഴുകിക്കളയും. ഇതിപ്പോൾ മുടിയൊക്കെ ഉണങ്ങി ഞാൻ ജസ്റ്റ് ചീർപ്പ് കൊണ്ട് ചീകുകയാണ്. ഞാൻ ഒരു ഡ്രയറോ സ്ട്രെയിറ്റ്നറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. കണ്ടോ, ചീർപ്പിൽ പോലും ഒരു മുടിയിഴയില്ല. നന്നായിട്ട് ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ, ഒരുപാട് സാധാരണ ഷാമ്പൂ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ വല്ലാതെ പൊങ്ങിക്കിടക്കും. അങ്ങനെയൊന്നുമില്ല, സാധാരണ പോലെ ഉണ്ട്. എന്താ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സിൽക്കി സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ളവർ, അതുപോലെ തന്നെ ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ട്രൈ ചെയ്തിട്ട് നല്ലൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഷെയർ ചെയ്തതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടിപൊളി വീഡിയോ ആയിട്ട്.